ഇവിടെ കപ്പയും ബീഫും ഇരുന്നാലുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന മെയിൻ ഒരു ഐറ്റമാണ് കപ്പ ബിരിയാണി. അത് മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ബീഫ് കറി വെച്ചിട്ടുണ്ട്. ഇതിൽ ബീഫ് കറിയുടെ റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വേവോ കാര്യങ്ങളോ ഇല്ലാത്ത കപ്പയാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2, 3 വിസിൽ അത്രേ വേണ്ടി വന്നുള്ളൂ. അതിനുള്ളിൽ അത് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ കപ്പയൊക്കെ ആ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ചട്ടകം വെച്ചിട്ട് കുത്തി കുത്തി ഉടച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ കപ്പ വേറെ, കറി വേറെ അങ്ങനെ എടുക്കാൻ പാടില്ല. നന്നായിട്ട് കപ്പ അതിൽ ഉടഞ്ഞെടുക്കണം. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഒരു കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ഗരം മസാല അങ്ങനെയുള്ള അല്ലറ ചില്ലറ പൊടികളൊക്കെ ഇട്ട് വറുത്ത് വെച്ചിരുന്ന തേങ്ങയായിരുന്നു അതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഉണ്ടല്ലോ കുറച്ച് സവാള, മല്ലിയുടെ ഇല ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മേലെ കൂടെ ഇങ്ങനെ തൂവി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഒന്നുമില്ല. ഇനി നേരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇതുപോലെ വറുത്ത് ചേർക്കുന്നത് പതിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ ഞാൻ പൊടികളൊക്കെ, അതായത് നമ്മുടെ മസാലപ്പൊടികളൊക്കെ അതൊക്കെ ധൈര്യമായിട്ട് അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തോന്നേ. അതൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും മണോ കുണം എല്ലാം അങ്ങോട്ട് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് കപ്പ ബിരിയാണി എടുക്കുകയാണ്. കുറച്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ചായയും കൂടി അങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ രണ്ട് ചെവി കൂടെ രണ്ട് കിളി പാറി പറന്ന പോലെ തോന്നും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.